ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കുകയാണ്. ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചതും. 500-ൽ പരം വിശ്വാസികൾ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭയിലുണ്ട്. ഇവിടെ ഒരാളെ പോലും ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടില്ല. ഉപദേശം പ്രതിഷ്ഠ. 500 പേരുള്ള വിശ്വാസികൾ ഉള്ള സഭയിലെ പാസ്റ്ററെ, താങ്കളുടെ സഭയിലെ വിശ്വാസികൾ ഉപദേശപ്രകാരമാണോ നിർബന്ധിക്കപ്പെട്ട് ആഭരണം മാറ്റി സ്നാനപ്പെട്ടത്, അതോ ഒരു സ്വയ തീരുമാനത്തിൽ പ്രതിഷ്ഠയിൽ ആണോ സ്നാനപ്പെട്ടത്? പ്രതിഷ്ഠയിലാണെങ്കിൽ അഥവാ ആരെങ്കിലും ആഭരണം ഇട്ട് കടന്നു വന്നാൽ അവരെ മാറ്റി നിർത്തുവാനും പാടില്ല. അല്ല, ഈ പ്രതിഷ്ഠയെക്കുറിച്ച് ചോദിക്കുമ്പോഴേ പിന്നെ എനിക്കിനി ആഭരണം വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. പണ്ട് ഈ സ്മിത്ത് വിഗിൾസ്വർത്തൊക്കെ ന്യൂസ് പേപ്പർ വരെ വായിക്കത്തില്ലായിരുന്നു. ചിലർ ചെരുപ്പിടാതെയൊക്കെ നടക്കാറുണ്ട്, ചിലർ താടി വളർത്താറുണ്ട്, ചിലർ വെജിറ്റബിൾ, അപ്പോൾ ചിലർ മുടി ഇങ്ങനെ വളർത്താറുണ്ട്. ഇതൊക്കെ പ്രതിഷ്ഠ. ഇതൊന്നും ആരെ അടിച്ചേൽപ്പിക്കേണ്ട വിഷയമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സഭയിലുള്ള മുഴുവൻ വിശ്വാസികളും പരപ്രേരിതമല്ലാതെ പ്രതിഷ്ഠയിൻ പ്രകാരമാണ് ആഭരണമൂരി സ്നാനപ്പെട്ടത്. കാരണം ആഭരണമിട്ട് ആരും സ്നാനപ്പെട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ആഭരണമൂരി അവർ സ്നാനപ്പെടുന്ന പ്രതിഷ്ഠാ മനോഭാവത്തിലുള്ളവരാണ്. അതേപോലെ കെ സി ജോൺ പാസ്റ്ററും ആഭരണം ഇട്ട് ആർക്കും സ്നാനം കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല എന്ന പ്രതിഷ്ഠയും താങ്കൾക്കുണ്ടോ എന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ ആഭരണത്തിനോ കയ്യിലിടുന്ന ഇടിവിളക്കോ ഒന്നും എതിരല്ല. പലപ്പോൾ ഞാനും ഇടാറുണ്ട്. എനിക്കതിലൊന്നും വിഷയമൊന്നുമല്ല, അനുകൂലമോ വിരോധിയോ ഒന്നുമല്ല. പക്ഷേ ഒരു 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 കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലൻ, അനേക ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസിൻ്റെയൊക്കെ മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെന്തക്കോസ്തിൻ്റെ അഗ്നിനാവ്, അനേകരെ സ്വാധീനിച്ച മനുഷ്യൻ, അനേക ഉത്തരവാദിത്തത്തിൽ ഇരുന്ന മനുഷ്യൻ. താങ്കൾ ഈ ഒരു പ്രസ്താവന നടത്തുന്നത് എന്നെപ്പോലത്തെ ഒരു നീർക്കോലി നടത്തും പോലെയല്ല. അത് ഒരുപാട് പേരെ സ്വാധീനിക്കും പല നിലയിലും. അങ്ങനെയാണെങ്കിൽ ഇനി നാളെ താങ്കളുടെ സഭയിൽ ഇന്നലെ വരെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ചിലർക്ക്, ആഭരണം ഞാൻ ഒരു സ്നാനപ്പെടും. അവർക്ക് നാളെ ആഭരണം ഇടണം എന്നൊരു പ്രതിഷ്ഠ വന്നു. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ആഭരണം ഇട്ടുകൊണ്ട് വന്നാൽ താങ്കൾ സ്നാനം കൊടുക്കുമോ? അല്ല, അവരുടെ ചെറുമക്കൾ അവർക്ക് ആഭരണം ഇടണം എന്ന് ഒരു പ്രതിഷ്ഠയോട്, ആഭരണം ഇടണം എന്നൊരു പ്രതിഷ്ഠയോടുകൂടി അവർ വരുന്നെങ്കിൽ താങ്കൾ അവർക്കും സ്നാനം കൊടുക്കുമോ? അങ്ങനെയാണ് എങ്കിൽ താങ്കളുടെ ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമുണ്ട്. അതോടൊപ്പം ഒന്നുകൂടെ കൂട്ടിച്ചേർക്കേണ്ടത്, പൊതുവായിട്ട് ഒരു അനുതാപ മനസ്സിലല്ലാതെ ഒരു മാപ്പ് പറയുന്ന കേട്ടു. മാപ്പ് താങ്കൾ പറയണം എന്ന് നിന്നും ആഹ്വാനിക്കാനൊന്നും ഞാനൊന്നും ആളല്ല. പക്ഷേ താങ്കളുടെ 500 വിശ്വാസികൾ, അവരുടെ പൂർവികർ, തങ്ങളിലൂടെ സ്നാനപ്പെട്ടവർ, തങ്ങളുടെ പ്രസംഗം കേട്ട് സ്വാധീനിക്കപ്പെട്ട് ഇരുമനസ്സായിരുന്നവർ, ആ ഒരു മാറ്റം വന്ന് സ്നാനപ്പെട്ടു, അവരൊക്കെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ അവരോടുള്ള വിഷയത്തിൽ താങ്കൾക്ക് ഇനി പറയേണ്ടത് എന്താണ്? ഇനി ഇതാണ് വിഷയം. ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു അഭിപ്രായത്തിൽ വന്നു. അപ്പോൾ ഇന്നലെ ഉപദേശമായിരുന്നു, ഇന്ന് പ്രതിഷ്ഠയാണ്, നാളെ ചിലപ്പോൾ ഇതിൽ ചുക്കൂല്ല എന്നും പറയാം. പക്ഷേ ഈ തങ്ങളിലൂടെ ഉരുവാകപ്പെട്ട സഭ, ലോകത്തിലെ ശരീരമെന്ന സഭയിലെ അംഗങ്ങൾക്ക് താങ്കൾക്ക് ഈ അന്തരീക്ഷത്തിൽ പറയേണ്ട ഒരു ഉപദേശം എന്താണ്? കാരണം അനേകർക്ക് കുറ്റബോധം, അല്ലെങ്കിൽ അയ്യോ വേണ്ടായിരുന്നു, ഇരുമനസ്, ഒരു സഭ യൂണിവേഴ്സൽ ചർച്ചിനിടയിൽ ഒരു ആശയക്കുഴപ്പം താങ്കൾ ഉണ്ടായിക്കഴിഞ്ഞു. ആ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഇന്നലകളിൽ താങ്കൾ പ്രതിഷ്ഠയോ ഉപദേശമോ കേട്ടൊക്കെ ഈ സ്നാനപ്പെട്ട് പിന്നെ ഒക്കെ
തിരുവത്താഴിൽ നിന്നൊക്കെ പിന്നെ മാറ്റി നിർത്തപ്പെട്ടൊക്കെ ഇരുന്ന് ഒരുപാട് മുറിവേൽക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരുടെ മുറിവുകൾ ഉണങ്ങുവാനും അവർക്കൊരു പ്രചോദനത്തിനും വരും തലമുറയ്ക്ക് പ്രചോദനത്തിനും ഇനിയുള്ള നാളുകളിൽ താങ്കൾക്ക് ലോകസഭയ്ക്ക് യൂണിവേഴ്സൽ ചർച്ചിന് കൊടുക്കേണ്ട സന്ദേശം എന്താണ്? ആ സന്ദേശം എല്ലാവരുടെയും ബാധിക്കപ്പെട്ട എല്ലാവരുടെയും മുറിവുകളെ ഉണക്കുന്ന നിലയിലുള്ള ജീവന്റെ സന്ദേശം ആണ് എങ്കിൽ അത് താങ്കൾ ഈ പറഞ്ഞ പ്രസ്താവന ദൈവദത്തമാണ്. അല്ല എങ്കിൽ അതൊരു കലക്കത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് അത് എവിടെ നിന്ന് വന്നു എന്ന് താങ്കൾ തന്നെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ വീർന്നും പൊങ്ങുരിയ സിംഹാസനത്തിങ്കൽ എന്നൊക്കെ പറഞ്ഞ് ദൈവം യെശയ്യാവ് വന്നിരുന്നപ്പോൾ അവിടെ അവൻ്റെ കുറവുകൾ എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ഒരു കാലങ്ങളിൽ അഗ്നിനാവായി വെളിപ്പെടുത്തിയില്ലേ? ആ വചനം വ്യസനത്തിൻ്റെ മാർഗം എന്നിലുണ്ടോ, ശാശ്വത മാർഗത്തിന് ഒന്നുകൂടെ ഒന്ന് നുറുങ്ങി ബാധിക്കപ്പെട്ടവർക്കും ഇനി എന്താണ് എന്ന ചോദ്യമുള്ളവർക്കും ദൈവസഭയ്ക്ക് ഈ കാലഘട്ടങ്ങളിൽ തങ്ങളിലൂടെ വന്ന ഒരു സ്ക്രാച്ച് അതിന് പരിഹരിക്കത്തക്കവണ്ണം ഒരു ജീവന്റെ ഒരു ഔഷധം വാക്കായി ഒരു സ്പർശനമായി കൊടുക്കാൻ കഴിഞ്ഞാൽ താങ്കളുടെ ഈ കാലയളവിലെ സായാഹ്നത്തിൽ താങ്കൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ശുശ്രൂഷയായിരിക്കും. അത് ആയിരിക്കാം ചിലപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഉണർവിൻ്റെ അടിത്തറ കുറിക്കുന്നത്.